എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനേ നമ്മുടെ വിറകടുപ്പിൽ വെച്ച സാമ്പാറാട്ടോ. സത്യം പറഞ്ഞാൽ വിറകടുപ്പിൽ വെക്കുന്ന സാമ്പാർ അടിപൊളിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞുമക്കളെയൊക്കെ സ്കൂളിൽ വിടുവാണെങ്കിൽ കുറച്ച് രാവിലെയൊക്കെ എഴുന്നേൽക്കണം എന്നുള്ള അടുപ്പിലോട്ട് തുമര വൈകുന്നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ട് രാവിലെ സാമ്പാർ വെക്കുവാണെങ്കിലുണ്ടല്ലോ എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല, കിടക്കാച്ചി ടേസ്റ്റാട്ടോ. അതുപോലെ തന്നെ രാവിലെ ഞാൻ കഴിക്കാനായിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്, അതും കാണിക്കാവേ. ഇന്ന് കഴിക്കാനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയത്. ആ ഇഡ്ഡലിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല. നല്ല പൂ പോലത്തെ ഇഡ്ഡലി എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് തന്നെ ഇളകി വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ചോറല്ല അരച്ചത്, അതിന് പകരം ഞാൻ അവൽ കൊണ്ടാണ് ഇഡ്ഡലി ഇന്നലെ ഉണ്ടാക്കിയത് കേട്ടോ. ചോറിന് പകരം അവലിട്ടിട്ടാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല സാമ്പാറും കൂടെ ഒക്കെ ആകുമ്പോൾ കണ്ടോ, ഇങ്ങനെ നമ്മളൊന്നും ചെയ്യണ്ട, ഇങ്ങനെ അങ്ങ് ഇളകി വരും കേട്ടോ. നല്ല കിടക്കാച്ചി എന്നൊക്കെ പറയാം. അപ്പം കണ്ടോ, ഇതിലേക്ക് നല്ല ആ ചൂട്, സാമ്പാറിൻ്റെ ചൂട് കുറച്ച് പോയെങ്കിലും ആ വിറകടുപ്പിലെ ആ ഒരു എന്താ പറയുന്നത് സാമ്പാറുണ്ടല്ലോ, അത് കിടന്ന് തിളച്ച് ആ പരിപ്പും ആ കഷ്ണവും എല്ലാം കൂടെ ആ കറക്റ്റ് പാകത്തിന് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, പൊന്നു മക്കളെ ഒന്നും പറയില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, അടിപൊളിയാണ്. നമ്മൾ ആദ്യം നല്ലപോലെ കുതിർത്ത പരിപ്പ് തലേദിവസം വെള്ളത്തിലിടണം, കുതിർക്കാനിടണം. പിറ്റേ ദിവസം അത് വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഇച്ചിരി കൊച്ചുള്ളിയോ പച്ചമുളകോ ഒരെണ്ണമാണ് ഇട്ടാൽ എരിവിനനുസരിച്ച് അങ്ങനെ ഇട്ട് വേവിച്ചതിന് ശേഷം കഷ്ണങ്ങളും ഇട്ട് കഴിഞ്ഞ് കഷ്ണങ്ങളും വെന്ത് കഴിഞ്ഞ് തക്കാളി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിടാവും കേട്ടോ. ഉപ്പ് ലാസ്റ്റിലേ ഇടാവും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടോ, അടിപൊളി കിടക്കാച്ചി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ടാറ്റാ.